ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഐശ്വര്യമായിട്ട് അത്തോ കാണിച്ച് തുടങ്ങാൻ കരുതി ഞങ്ങളിപ്പോൾ കള്ളിക്കടാണ് കേട്ടോ ഉള്ളത്. ചേട്ടൻ്റെ ചേച്ചിയുടെ മകളുടെ ജാതകം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ ജാതകം കൂടെ ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലത്തെ കാപ്പി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 5 വീട് അകലെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അല്ലുമിലെ കുളിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് നടന്നു വരേണ്ട ദൂരമുള്ളൂ, എന്നാലും നമ്മൾ പിള്ളേർ രാവിലെ നടത്തിക്കേണ്ടതെന്ന് എഴുതിയിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വന്നതാണേ. അപ്പോഴത്തേന് തന്നെ ഈ കാണുന്നതാണ് അച്ഛൻ. ഞാനിവിടെ വന്നിട്ട് 9 കൊല്ലം ആയെങ്കിലും അച്ഛനും എന്നെ യാതൊരു പരിചയമില്ല. എപ്പോഴും കണ്ടാലും ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് അലുമിനിയം കുളിച്ചിട്ട് വന്നുകൊണ്ട് അവരുടെ അപ്പച്ചി അവരുടെ ഭയങ്കരമായിട്ട് എങ്ങനെ ആര് ചെയ്യും ഇതുപോലെ എക്സ്പേർട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ചെയ്യുമോ മേക്കപ്പ്? അതുപോലെ ചേച്ചി ചെയ്ത് കൊടുക്കുകയാണേ. പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് സാധനം വാങ്ങിച്ച് മുടി ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. കാത്തു അവളുടെ ചെവിയിൽ കണ്ട പേന നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അവളുടെ മുടി ചുരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് സ്പ്രിങ് വരാൻ വേണ്ടിയിട്ട് ചുറ്റി വെച്ചേക്കണത്. അതായത് നമ്മൾ ചാനലിൻ്റെ സൈഡിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഡാമൊക്കെ തുറന്നു വിടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാം. പച്ച കളറിലുള്ള വെള്ളമാണ്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഓഡിറ്റോറിയത്തിലാണ് ഒരു ചെറിയൊരു ഹാളുണ്ട്. പഞ്ചായത്ത് സാംസ്കാരിക നിലയം പഞ്ചായത്ത് വകയാണ് കേട്ടോ. അവിടെ തന്നെയാണ് ഈ ജാഥ കൈമാറ്റം നടക്കണത്. അന്നേരം കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ റെഡിയായി, ചേച്ചിയൊക്കെ റെഡിയായി വന്നു, കാത്തും റെഡിയായി വന്നു. ഈ കുട്ടിയുടെ പേര് കാത്തു എന്നാണ് കേട്ടോ. ചേച്ചി അല്ലിക്കും മുല്ലയ്ക്കുള്ള പൂവ് ചേച്ചി കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ചുരിദാറ്. എൻ്റെ അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ഞങ്ങൾ ഓണക്കോടി ഇത് അല്ലിക്കും മുല്ലയ്ക്കും അവരുടെ അപ്പച്ചി വാങ്ങിക്കൊടുത്തതാണ്. അതായത് കല്യാണ പെണ്ണിൻ്റെ മമ്മി വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എനിക്കും ചേട്ടനുള്ള ഡ്രസ്സ് അമ്മയുടെ കേട്ടോ. ഓണക്കോടിയാണ്. നമ്മൾ ഓണത്തിന് മുന്നേ ഇടണം. ഓണത്തിന് ഒരാഴ്ച മുന്നെയാണ് ഈ എൻഗേജ്മെൻറ്റ് പരിപാടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണക്കോടി നേരത്തെ ഇട്ടു. എന്നിട്ട് എല്ലാവരും കൂടെ റെഡിയായി നേരെ താഴത്തോട്ട് പോവാണ്. ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോണതാണ് ചേട്ടൻ്റെ കുഞ്ഞമ്മ കേട്ടോ, അമ്മയുടെ അനിയത്തി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തല്ലേ നമ്മളൊക്കെ ഇങ്ങനെ പോകണം. എൻ്റെ ചേട്ടനെ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തി ഒരു വീഡിയോ എടുത്തതാണേ. അപ്പം പിന്നെ നമ്മൾ ബന്ധുക്കളൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഹാളിലെത്തിയത് നമ്മളാണ്. കാരണം എല്ലാവരും വരുമ്പോൾ നമ്മളവിടെ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ കരുതും ഈ വീഡിയോ അപ്രതീക്ഷിതമായിട്ട് എടുത്താണ്. അല്ല കേട്ടോ, ഞാൻ കാത്തുവിനോട് പറഞ്ഞു ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ആ കുട്ടി ചിരിച്ചത് കണ്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. ആരെടുക്കും ഇതുപോലെ വീഡിയോ ഒക്കെ? പിന്നെ അല്ലുമില്ലയുടെ പാവാട ഇത്തിരി വലുതായിരുന്നു. ഞങ്ങൾ തയ്ച്ച് വെച്ചിട്ടും അവരിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടൈലിലൊക്കെ ആയതുകൊണ്ട് വലിയ അഴുക്കും ബഹളങ്ങളൊന്നും ആയില്ല. കുഞ്ഞമ്മ അവർ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴത്തേനും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് കാത്തു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങ് പോയിട്ടോ. അവിടെ ഒരു മുളങ്കാടൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റെഡി ആവണം കേട്ടോ. ഇതാണ് ചണ്ട ഡ്രസ്സ്. വിയർക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു. ഞങ്ങൾ റെഡി ആവുന്നത് ഞങ്ങൾ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ചേച്ചി ഞങ്ങൾ അന്വേഷിച്ച് വന്നു. ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. നേരം കൊണ്ട് തന്നെ ഏകദേശം കുറച്ച് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. ഇത് ഗായത്രി ചേച്ചി ചേട്ടൻ്റെ അപ്പച്ചിയുടെ മരുമകളാണ്. ചേച്ചിയുടെ ഫോണിൽ യൂട്യൂബ് വീഡിയോ ഞങ്ങളുടെ തന്നെ വീഡിയോ എടുത്ത് കാണിച്ച് പിള്ളേർ വീണ്ടും വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാണ് ചേച്ചിയുടെ ഫാമിലി. ചേട്ടൻ 2 മക്കൾ, ചേച്ചി നാത്തൂൻ. എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഇത് ചേച്ചിയുടെ ടീമെന്ന് ഞാൻ പറയാൻ കാരണം ചേച്ചിയുടെ തൊഴിലുറപ്പിലെ ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ നാട്ടുകാരാണ്. ഒരുപാട് സ്നേഹമുള്ള ചേച്ചിമാരാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചൊക്കെ കാണാനൊക്കെ പറ്റി. വലിയ സന്തോഷം. ഒരുപാട് ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റി. നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് കേട്ടോ കുറേ പേരൊക്കെ. അപ്പോഴത്തേനും എല്ലാവരെയൊക്കെ കണ്ടു. പിന്നെ ഓരോരുത്തരായിട്ടല്ല നമ്മൾ എല്ലാ ബന്ധുക്കൾ എല്ലാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പയ്യൻ്റെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പയ്യൻ വന്നിട്ടില്ല കേട്ടോ, കല്യാണ പയ്യൻ വന്നിട്ടില്ല. അജിത്ത് എന്നാണ് പയ്യൻ്റെ പേര്. അജിത്ത് പുറത്ത് വിദേശത്താണ് കേട്ടോ ജോലി. അന്നേരം കൊണ്ട് അല്ലുമില്ല അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആര് ഫോൺ എടുത്താലും അവർ പോയി നോക്കും. അങ്ങനെ ഒരു കുഞ്ഞ് ഫോൺ എടുത്തപ്പോൾ അവളെ നോക്കാൻ സമ്മതിക്കാണ്ട് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. വീഡിയോ ഞാനിപ്പോൾ കുറച്ചൊന്ന് ഓട്ടിച്ചാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടൊക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെ പിള്ളേരെ ഗായത്രി ചേച്ചി ഏൽപ്പിച്ചു. പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പയ്യൻ്റെ കുഞ്ഞമ്മ, അതായത് അജിത്തിൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി ഡ്രസ്സൊക്കെ കാത്തുവിന് കൊടുത്തു. എന്നിട്ട് കാത്തു എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മമ്മി റെഡി ആവാനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും കാത്തുവിൻ്റെ കുഞ്ഞമ്മ, അതായത് അജിത്തിൻ്റെ കുഞ്ഞമ്മയും കൂടി ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്ന്. സമയം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തലമുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ ഈ താഴത്തെ ഹാളിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതിന് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ നോക്കി കൊള്ളാം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു മമ്മി. അപ്പോൾ അമ്മയ്ക്കുള്ള സീറ്റൊക്കെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം കൊണ്ട് വിളക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അല്ലുമില്ല വിളക്കൊക്കെ കാണുമ്പം നാമം ജപം അങ്ങനെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇന്ന് വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് മിണ്ടാതൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സമയമായപ്പോൾ തന്നെ ഇതാണ് ചേട്ടൻ കേട്ടോ, കാത്തുവിൻ്റെ അച്ഛനാണേ. ചേട്ടൻ ഇങ്ങനെ സദസ്സിനെയൊക്കെ വണങ്ങിയിട്ട് ജാതകം വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു മകളുടെ ഒരു കാര്യം നടക്കുമ്പോൾ അച്ഛൻ്റെ എല്ലാ സന്തോഷവും ആ മുഖത്തുണ്ടായിരുന്നു കേട്ടോ.
അപ്പോഴത്തേനും ആ നീല ഉടുപ്പിട്ട ആളാണ്, നീല ഷർട്ടിട്ട ആളാണ് കേട്ടോ അജിത്തിൻ്റെ അച്ഛൻ. അപ്പം അദ്ദേഹവും ഇങ്ങനെ നീരും പൂവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പലകയിലിരുന്ന് അപ്പുറം ഓപ്പോസിറ്റായിട്ട് ഇരുന്നാണ് കേട്ടോ ഈ ജാതകമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചേട്ടനും എൻ്റെ സുരേഷ് ചേട്ടനും ഇങ്ങനെ ഇതുപോലെ നീരും പൂവ് കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ അമ്മാവനാണത്രേ ഇങ്ങനെ ജാതകം എടുത്ത് കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പം അതാണ് പിന്നീട് അവർ കൈമാറ്റം ചെയ്യണതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിന് ഇവിടെ ചടങ്ങൊക്കെ അല്ലിമുല്ലയൊക്കെ അവിടെ വലിയ കർമ്മികൾ നോക്കി വലിയ എന്താ ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ആ സൈഡിൽ മിണ്ടാതെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ചേട്ടൻ മണിഞ്ചേട്ടൻ അതൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ, ദിവാകരനാണെന്നാണ് പുള്ളിയുടെ പേര്, ഞങ്ങൾ സ്നേഹത്തോടെ മണിഞ്ചേട്ടാന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ജാതകം കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കൈമാറ്റം ജാതകം കൊടുക്കണം കേട്ടോ. അപ്പോൾ അന്നേരം ആരൊക്കെയോ അവിടെ മുഹൂർത്തമൊക്കെ നോക്കി സെറ്റ് ആയി, സമയമൊക്കെ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണേ. ഓറഞ്ച് ഷർട്ട് ഇട്ടേക്കണത് ഞങ്ങളുടെ കൊച്ചച്ഛനാണ് കേട്ടോ, ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയനാണ്, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ജാതകം വാങ്ങിച്ചിട്ട് മണിഞ്ചേട്ടന് അജിത്തിൻ്റെ അച്ഛൻ എന്തോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം, ദക്ഷിണയാണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ചേട്ടന് വലിയ സന്തോഷത്തിൽ ചിരിച്ചിട്ടൊക്കെ റിട്ടേൺ തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഗിഫ്റ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് പയ്യൻ്റെയും പെണ്ണിൻ്റെയും അച്ഛന്മാരുടെ ഫോട്ടോഷൂട്ടായിരുന്നു, ചുമ്മാ പറഞ്ഞതാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഈ നീല സാരി എടുത്തേക്കണതാണ് അജിത്തിൻ്റെ അമ്മ കുട്ടിക്ക് കാത്തൂന് വള ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണമെന്നില്ല, പലയിടത്തും പല ആചാരങ്ങളും പല ചടങ്ങുകളും അങ്ങനെയൊക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഗംഭീര ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എൻ്റെ അല്ലിമുല അമ്മയെ നന്നായി വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അറിയും. കാരണം അല്ലിമുലയ്ക്കും ആഹാരം കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ഓട്ടിച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവരൊന്ന് മേലൊക്കെ കഴിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വന്നപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മയൊക്കെ ഇങ്ങനെ എൻ്റെ അമ്മയൊക്കെ ഇല്ലേ, ചേട്ടൻ്റമ്മയും കുഞ്ഞമ്മയൊക്കെ ഇങ്ങനെ ആതിരെവിടെയെന്ന് ചോദിക്കണം. എനിക്ക് വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേരേക്കും ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറയാനുള്ള മടി കൊണ്ട് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേനും എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും ഇതാണ് അമ്മ കേട്ടോ, ഇതാണ് ഞങ്ങളുടെ അമ്മ, എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് ഇത് ചേച്ചിയും ചേട്ടനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന്, അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി, ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായി. നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ, ഞാൻ ഇപ്പോൾ പറയില്ല കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും ചേച്ചി എന്നെ ഓട്ടിക്കും. കാര്യം വീഡിയോ എടുക്കുന്നത് മനസ്സിലായി, പറഞ്ഞിട്ടൊക്കെ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ചേച്ചി മാലയൊക്കെ എടുത്ത് പുറത്തിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുവാണേ. ഇത് കാണുമ്പോൾ എന്തായാലും ചേച്ചി എന്നെ ഓട്ടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അകത്ത് വന്നപ്പോഴത്തേനും ഇത് ചേച്ചിയുടെ മകൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. അപ്പൂപ്പൻ നല്ല അടിപൊളി വൈബുള്ള അപ്പൂപ്പനാണ്. ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല നമ്മളുമായിട്ടൊക്കെ നമ്മൾ ആ ഒരു ഇതുള്ള അപ്പൂപ്പനാണ് കേട്ടോ. കാരണം സംസാരിക്കാനൊക്കെ നല്ല ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ വീണ്ടും ഇരുന്നു. അപ്പോൾ ലാസ്റ്റ് കേട്ടോ, ഇത് ലാസ്റ്റ് പന്തിയാണ്, ലാസ്റ്റ് കളരി. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ ഓപ്പോസിറ്റായിട്ട് ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാവരും ഏകദേശമുള്ള അടുത്ത ബന്ധുക്കൾ മാത്രം പിന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയി. ഇത് എൻ്റെ അമ്മയും എൻ്റെ 2 അമ്മമാരിരുന്ന് കാര്യം പറയണേ. അപൂർവമായിട്ടാണ് രണ്ടുപേരും ഇങ്ങനെ കാര്യം പറയണത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യണം. ഈ പയ്യൻ ഞങ്ങളുടെ അനിയൻ ചെക്കനാണ് കേട്ടോ, ചക്കര. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പയ്യൻ്റെ വീട്ടുകാർ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വന്നേക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ താറ്റുന്നുണ്ട് കേട്ടോ, എന്താ പറയുക, അങ്ങനെയാണോ പറയണത്, നമ്മളിങ്ങനെ കളിയാക്കുന്നുണ്ട്. കാത്തൂന് ഇപ്പോൾ പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ കളിയാക്കുന്നുണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഓർമ്മിക്കും കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ഓർമ്മിച്ചേ. നമ്മൾ പിന്നെ അന്ന് ചെറിയ പ്രായമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാനോ ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്നും ചിന്തിക്കാനുള്ള അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലായിരുന്നേ. നമുക്കിങ്ങനെ ഇന്ന ചെയ്യാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേനും അതൊക്കെ പോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാത്രങ്ങൾ കാറ്ററിങ്ങിൽ നിന്നാണ് സാധനങ്ങളൊക്കെ ഫുഡൊക്കെ വരുത്തിയത്. അപ്പോൾ അവിടെ നിന്നുള്ള ചേട്ടന്മാരും കാര്യങ്ങളും എല്ലാവരും കൂടി പാത്രങ്ങളൊക്കെ സെറ്റപ്പാക്കി. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റോറിയമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്ത്. ഇത് ഞാനിപ്പോൾ അവളെ ഓടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ തലയിൽ വെച്ചിരുന്ന സാധനം ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എല്ലാവരും പോയി. ഞങ്ങളും തിരിച്ച് ഞങ്ങളുടെ മീനാങ്കിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ ചേച്ചി താഴെ എന്തോ അയൽക്കൂടിൻ്റെ കമ്മിറ്റി കണ്ടുണ്ടായിരുന്നു. ചേച്ചിയും കണ്ട് യാത്ര പറഞ്ഞ് ടാറ്റാ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് നമ്മൾ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.